നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം. കോൺഗ്രസിലും ഇന്ത്യ സഖ്യത്തിലും മുറുമുറുപ്പ് ശക്തം. വിഴിഞ്ഞം തർക്കത്തിൽ പിണറായിക്ക് അതൃപ്തി. കണ്ണൂർ CPM-ൽ 2 പതിറ്റാണ്ടിനിടെ ഏറ്റവും വലിയ ഭിന്നത. കൊച്ചിയിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. ടാൾ റോപ്പ് കമ്പനിയിൽ 300ഓളം ജീവനക്കാർ വഴിയാധാരമായി. അമ്പലപ്പുഴയിൽ G സുധാകരനും CPM പ്രവർത്തകരും തമ്മിൽ സ്കൂളിൽ വെച്ച് നേർക്കുനേർ വാക്കേറ്റം. സാവര്യയുടെ മരണം തലക്കടിയേറ്റത് മൂലം റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കേസ് ക്രൈംബ്രാഞ്ചിന്. വാർത്തകൾ വിശദമായി. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം. കോൺഗ്രസിലും ഇന്ത്യ സഖ്യത്തിലും മുറുമുറുപ്പ് ശക്തം. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുലർത്തുന്ന മൗനം കോൺഗ്രസിനുള്ളിലും ഇന്ത്യ സഖ്യത്തിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിലവിൽ വിദേശ പര്യടനത്തിലുള്ള രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ നേരിട്ടോ ഇതുവരെ പ്രതികരിക്കാത്തതിന് സഖ്യകക്ഷികൾക്കിടയിൽ പരസ്യമായ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അഖിലേഷ് യാദവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ വിഷയം രാഷ്ട്രീയമായി സജീവമായി നിലനിർത്തുമ്പോൾ ഈ മാസം 12-ന് മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തുക. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നടത്തിയ പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ റിപ്പോർട്ട് വരും തിങ്കളാഴ്ച സർക്കാരിന് സമർപ്പിച്ചേക്കുമെന്നാണ് വിവരം. ട്രസ്റ്റിന്റെ കണക്കുകൾ വിശദമായി പരിശോധിച്ച SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചമ്പത് റായിക്കെതിരെ കേസ് നടപടികളും ED അന്വേഷണവും സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക. വിഴിഞ്ഞം തർക്കത്തിൽ പിണറായിക്ക് അതൃപ്തി. കണ്ണൂർ CPM-ൽ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ഭിന്നത. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് CPM-ൽ ഉടലെടുത്ത ഭിന്നാഭിപ്രായങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. പിണറായിയുടെ നിലപാടിനോട് യോജിക്കാതെ EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി എന്നിവർ തങ്ങളുടെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് പിന്തുണയുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീണ്ടും രംഗത്തെത്തിയത് പാർട്ടിയിലെ ചേരിതിരിവ് വ്യക്തമാക്കുന്നു. 2 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് കണ്ണൂർ നേതൃത്വം പിണറായി വിജയന്റെ നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നത്. ഡൽഹിയിൽ നിന്ന് ആരംഭിക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയും വിഴിഞ്ഞം തർക്കവും സജീവ ചർച്ചയാകും. കൊച്ചിയിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. ടാൾ റോപ്പ് കമ്പനിയിൽ 300ഓളം ജീവനക്കാർ വഴിയാധാരമായി. കോറോ ഹെൽത്തിന് പിന്നാലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയായ ടാൾ റോപ്പിലും കൂട്ടപ്പിരിച്ചുവിടൽ നടന്നിരിക്കുന്നു. ശമ്പളവും ജോലിയുമില്ലാതെ കമ്പനിയുടെ വിവിധ ശാഖകളിലായി ജോലി ചെയ്തിരുന്ന 300ഓളം ജീവനക്കാരാണ് നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലം കമ്പനി പൂട്ടുകയാണെന്ന പിരിച്ചുവിടലിന് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായാണ് 19 അനുബന്ധ കമ്പനികളായി ജോലി ചെയ്തിരുന്ന ഈ ജീവനക്കാരെ ഒഴിവാക്കിയത്. തങ്ങളുടെ പരാതികളിൽ അധികൃതരിൽ നിന്നും നടപടി ഉണ്ടാക്കാത്തതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട ജീവനക്കാർ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. അമ്പലപ്പുഴയിൽ G സുധാകരനും CPM പ്രവർത്തകരും തമ്മിൽ സ്കൂളിൽ വെച്ച് നേർക്കുനേർ വാക്കേറ്റം. അമ്പലപ്പുഴ നീർക്കുന്നം ഗവൺമെന്റ് UP സ്കൂളിൽ മണ്ണു കടത്തുന്നു എന്ന പരാതി അന്വേഷിക്കാനെത്തിയ മുൻ മന്ത്രിയും MLA-യുമായ G സുധാകരനെ CPM പ്രാദേശിക പ്രവർത്തകർ തടഞ്ഞ് വലിയ സംഘർഷത്തിനിടയാക്കി. സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന്റെ മറവിൽ അനധികൃതമായി മണ്ണ് നീക്കം ചെയ്തു എന്ന ആക്ഷേപം പരിശോധിക്കാനാണ് സുധാകരൻ അവിടെ എത്തിയത്. ഇതേ ചൊല്ലി സുധാകരനും CPM പ്രവർത്തകനായ ഗ്രാമപഞ്ചായത്ത് അംഗവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും നാടകീയ രംഗങ്ങളുമാണ് അരങ്ങേറിയത്. പാർട്ടി വിട്ടതിനു ശേഷം സുധാകരനും CPM പ്രാദേശിക നേതൃത്വവും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ ഭിന്നതകളുടെ തുടർച്ചയാണ് ഈ പരസ്യമായ ഉന്തും തള്ളുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒടുവിൽ സംഭവം കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തിയതോടെ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരു വിഭാഗത്തെയും ശാന്തരാക്കിയത്. സാവര്യയുടെ മരണം തലക്കടിയേറ്റത് മൂലം റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കേസ് ക്രൈംബ്രാഞ്ചിന്. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഹരിപ്പാട് സ്വദേശിനിയും മെഡിക്കൽ വിദ്യാർത്ഥിനിയുമായ സാവര്യയുടെ മരണം തലക്കേറ്റ ഗുരുതര പരിക്ക് മൂലമാണെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സഹപാഠിയായ പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നുവെന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ നിഗമനങ്ങൾ. വ്യാഴാഴ്ച നാട്ടിലെത്തിച്ച മൃതദേഹം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം വിശദമായി പരിശോധിച്ച പൂർണ്ണമായി വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്ത് എബാം ചെയ്തതിനാൽ മരണവിവരം കൃത്യമായി തേടുന്നത് സങ്കീർണമായിരുന്നുവെങ്കിലും ശരീരത്തിലെ മറ്റ് നിരവധി മുറിവുകൾ ക്രൂരമർദ്ദനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കേസിന്റെ കൂടുതൽ അന്വേഷണത്തിനായി ചുമതല ഔദ്യോഗികമായി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്.